ഇത് 2023 സിംഗിൾ ഓണർ ആണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏകദേശം 70 താഴെ ആയിട്ടാണ്. സിംഗിൾ ഓണർ, വേറെ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ സർവീസ് ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ. പിന്നെ 2028 വരെയും വാറണ്ടി ഉണ്ട്. ഇത് നമുക്ക് വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ഇതിൽ ഒറിജിനൽ കേരള വണ്ടി കൊടുക്കാൻ പറ്റാത്തൊരു വില രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ വണ്ടി മോശമായിട്ടുള്ള വണ്ടികൾ ഉണ്ടാവും, പക്ഷെ ഈ വണ്ടി ക്വാളിറ്റി ഉള്ള രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോൺ കിട്ടി വണ്ടി. 11 ലക്ഷത്തിന് ഒരു 7 സീറ്റർ 2020 പുതിയ ഷേപ്പിൽ 2021. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഈ ഷേപ്പിൽ ഫുൾ ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ്. വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2020-21 വണ്ടി. എല്ലാവർക്കും നമസ്കാരം. നമ്മള് വീണ്ടും TG7 എത്തി. ടോപ്പ് ഗിയർ 7 അനസ് ഭായ് നമ്മുടെ കൂടെ ഉണ്ട്. സ്വാഗതം. താങ്ക് യു. എങ്ങനെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് എൻക്വയറീസ് ഒക്കെ വന്ന് കുറച്ച് വണ്ടികൾ പോയി. അതിലുപരി നല്ല നല്ല കസ്റ്റമേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. എന്തായാലും അത് തന്നെ വേണ്ടത്. പിന്നെ ഇവിടെ എന്താ വെച്ചാല് ഒരു മിഡിൽ സെഗ്മെന്റ്, അതായത് ഈ കോമ്പാക്ട് എസ്യുകൾ തൊട്ടിട്ട് മേലോട്ട് പ്രീമിയം കാറ്റഗറിയാണ്. ഇത്തവണ കുറച്ച് പ്രീമിയം വണ്ടികളും ഉണ്ട്. പകുതിയായിട്ടാണ്. മിഡ് സെഗ്മെന്റ് വണ്ടി പകുതിയാണ്, പ്രീമിയം വണ്ടിയും പകുതിയാണ്. അങ്ങനെയാണ് ഉദ്ദേശിച്ച് കാണിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്രാവശ്യം. ഇതിപ്പോ നമ്മൾ എത്രാമത്തെ റൂബിക്കോണാണ് കാണിക്കുന്നത്? ഇതിപ്പോ 3ാമത്തെ റൂബിക്കോണാണ് കാണിക്കുന്നത്. 3 വീട് പോയിട്ടുണ്ടോ? ഇല്ല, അതിൽ ഒരെണ്ണം പോയിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട്. അത് അഡ്വാൻസ് ആയി നിൽക്കുന്നതാണ്. ഇതിപ്പോ 2023 വേറൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോ എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. TG7 ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിനടുത്ത് ഒരു 1.5 കിലോമീറ്റർ അത്രയും ഉണ്ടാവും. ഹൈവേന്റെ സൈഡിൽ തന്നെ ഏകദേശം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് ഉള്ളവരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കൊടുങ്ങല്ലൂർ ഭാഗത്തോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. നിങ്ങളെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കുക. ആരൊക്കെ എത്ര ഉണ്ട് നാട്ടുകാർ. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ വണ്ടി ഇനിയിപ്പോ ഏത് രാത്രി വന്നാലും നമ്മൾ ഇവിടുന്ന് വണ്ടി മേടിക്കാൻ പറ്റും കസ്റ്റമേഴ്സിന്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വണ്ടി പോലും ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടി ഞങ്ങളിൽ ഉണ്ടാവില്ല. അപ്പൊ അത് തന്നെ ഏത് പാതിരാത്രി വന്നും ധൈര്യമായിട്ട് ഞങ്ങളുടെ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രവാസികളാണ് പാതിരാത്രിക്ക് വരെ. അതെ. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ദുബായിന്ന് ഒരു നമ്മുടെ സി ക്ലാസ് കാണിച്ചിരുന്നില്ലേ, ആ വണ്ടി ആ കസ്റ്റമർ വണ്ടി കാണാതെ ഫുൾ പേയ്മെന്റ് ഇട്ട് എയർപോർട്ടിൽ വന്ന് എയർപോർട്ടിൽ കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അവരും ഭയങ്കര സന്തോഷമായിട്ട്. ഞങ്ങൾക്കും അങ്ങനെ ഒരു നല്ല കസ്റ്റമറെ കിട്ടി. അതെ, അതാണ് വിശ്വാസം എന്ന് പറയുന്ന സംഭവം. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അത് ജിതിന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ആ തരത്തിലുള്ള ആളുകൾ തന്നെയാണ്. കൂടുതലും ആ ഒരു വിശ്വാസം, നന്നായിട്ട് വിശ്വാസം അവരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും വണ്ടി കാണാതെ അഡ്വാൻസ് ഇടാനൊക്കെ മുതിരുന്നത്. നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റോക്ക് കണ്ടു നോക്കാം. ഇങ്ങോട്ടേക്കുള്ള കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. ഇപ്പം തന്നെ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. വീഡിയോയിലേക്ക് പോകാം അല്ലേ. ആദ്യം ലക്ഷറി സെഗ്മെന്റ് ആണ്. ലെക്സസിന്റെ ES 300H KL 29 രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരള. 29 കായംകുളം. എവിടെയെങ്കിലും ആവട്ടെ, നിങ്ങൾ കമന്റ് ചെയ്യും. പെട്ടെന്ന് ഇതായി പോയി. വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2020-21 വണ്ടി. ലോ കിലോമീറ്റർ വണ്ടി. അതാണ് ഇത്രയും കിലോമീറ്റർ കുറവ് കൂടിയ വണ്ടിയാണ്. സെക്കൻഡ് ഓണറിലാണ് വണ്ടി. അതിന്റെ ഇന്റീരിയർ കാണിക്കുമ്പോൾ മനസ്സിലാവും. അതായത് ബ്രാൻഡ് ന്യൂ വണ്ടി എങ്ങനെയാണോ അങ്ങനെ നിൽക്കുന്ന വണ്ടി. എന്നെങ്കിട്ടില്ല തന്നെ പറയാം. അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി. ES 300 ആണ്. ലക്ഷറി ആണ്. പിന്നെ ഫാൻസി നമ്പർ ഉണ്ട്. എല്ലാ സർവീസും പ്രോപ്പറായിട്ട് കമ്പനി തന്നെ പോയിട്ടുള്ളൂ, വേറെ എവിടെയും പോയിട്ടില്ല. സർവീസ് റെക്കോർഡ് അവൈലബിൾ ആണ്. പിന്നെ നമ്മളിത് ചോദിക്കുന്നത് 48 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 48 ലക്ഷം. ഇത് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം എത്ര ഉണ്ട്? ഇത് ശരിക്കും 83 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 83 ഇത് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അത് പിന്നെയും കൂടിയിട്ടുണ്ട്. പിന്നെ 90 അടുപ്പിച്ചൊക്കെ വിലയായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 43 ലക്ഷം. 48 ലക്ഷം. സോറി, 48 ലക്ഷം. 83 അല്ല, 3 പേരും. അതെ, 48 ലക്ഷത്തിന് നിങ്ങൾക്ക് 2020 മോഡൽ 21 ഡെലിവറി രജിസ്ട്രേഷൻ 21 രജിസ്ട്രേഷൻ വരുന്ന ആക്സിഡന്റ് ഫ്രീ ആണ്. ഒന്നും ഒരു വണ്ടി ക്ലീൻ എന്ന് തന്നെ പറയാം. നീറ്റ് ആൻഡ് ക്ലീൻ. അത് നിങ്ങൾക്ക് ഒരു വെറൈറ്റി സെഡാൻ വേണമെന്നുണ്ടെങ്കിൽ ലക്ഷറിയിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. BMW ബെൻസും ഒക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കാണാറുണ്ട്. അതിലൊരു വെറൈറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്തോണ്ട്. റോഡ് പ്രസൻസും അടിപൊളിയാണ് വണ്ടിയുടെ. സൂപ്പർ തന്നെ പറയാം. അങ്ങനെ മൈലേജ് ഒക്കെ നന്നായിട്ട് ഓടിക്കുന്നവർക്ക് 18ന്റെ മുകളിൽ ഉറപ്പായിട്ടും കിട്ടും. ഉറപ്പായിട്ടും റഫ് ഡ്രൈവ് അല്ലെങ്കിൽ കിട്ടും. ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോ ലോൺ എത്ര കയറില്ല? ലോൺ എന്തായാലും ഒരു 40 ലക്ഷം രൂപയുടെ മുകളിൽ കയറും. മുകളിൽ കിട്ടും. ഒരു 8 ലക്ഷം കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ, അടുത്തതാ ഇവിടുത്തെ ഇന്നത്തെ ഹൈലൈറ്റ് ഐറ്റമാണ് റാംഗ്ലർ റൂബിക്കോൺ TN. തമിഴ്നാട് രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനം. ഓക്കെ,
ഇവിടെ നമ്മൾ റൂബിക്കോൺ ചെയ്തിട്ട് എന്താ പറയാ, ഞാൻ കൂടുതൽ റൂബിക്കോൺ ഇവിടുന്ന് ചെയ്ത്, ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത് റൂബിക്കോൺ ഇവിടെ തന്നെയാണ്. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 സിംഗിൾ ഓണറാണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഏകദേശം 70 താഴെ ആയിട്ടാണ്. സിംഗിൾ ഓണർ, വേറെ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ സർവീസ് ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ. പിന്നെ 2028 വരെയും വാറണ്ടി ഉണ്ട്. ഓക്കെ, 28 വരെ വാറണ്ടി ഉണ്ട്. വേറെ റിസ്കുകളൊക്കെ കവേർഡ് ആണ്. അപ്പൊ പേടിക്കണ്ട, ധൈര്യത്തിൽ കൊണ്ടു നടക്കാം അല്ലേ? നല്ല അടിപൊളി 4 ടയേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. സർവീസ് അത് കൊണ്ടുപോകാം. സർവീസ് ഇപ്പൊ ഇനി ചെയ്യണ്ട. ഇനിയിപ്പോ വാട്ടർ സർവീസ് ചെയ്യാന്ന് മാത്രം, വേറെ ഓയിൽ സർവീസ് ഒക്കെ അതും ചെയ്യേണ്ട കാര്യമില്ല. വേറെ മെക്കാനിക്കിലേക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 200 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും സർവീസ് കഴിഞ്ഞു. എത്ര കിലോമീറ്റർ കൊടുപ്പാ? 10,000? ഇല്ല, 10,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റർ കൂടുമ്പോ അല്ലേ? ഓക്കെ, അപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ വില 48 ആണ്. 48 ലക്ഷം. ഇത് അന്ന് ഇറങ്ങുമ്പോ എത്ര ഉണ്ട്? അന്ന് ഏകദേശം ഒരു 90 ലക്ഷം രൂപയുടെ അടുപ്പിച്ച് വരണ വില. ഏകദേശം പാതി വിലേന്റെ അടുത്ത് വന്നു കഴിഞ്ഞു കേട്ടോ. ലോണും മാക്സിമം കയറാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടോ? യൂണീക്കാണ്, ആരെങ്കിലും അങ്ങനെ കാണാത്തൊരു സാധനമാണ്. അതെ, അങ്ങനത്തെ ഒരു കളറുമാണ്. അതെ, അപ്പൊ TN ആണെങ്കിൽ നെയിം ട്രാൻസ്ഫർ ചെയ്താൽ മതി, മാറേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, അടുത്തത് BMW 520D KL2 കൊല്ലം വണ്ടി. ഇത് ഒറിജിനൽ കേരള കേരള സിംഗിൾ ഡിജിറ്റൽ നമ്പർ, അടിപൊളി നമ്പറാണ് കേട്ടോ. 2017-18 ഡെലിവറി. പിന്നെ സ്പോർട്ട് ലൈൻ ആണ് വണ്ടി. സ്പോർട്ട് ലൈൻ ആണ് വണ്ടി. പിന്നെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. എല്ലാ സർവീസും കറക്റ്റ് കമ്പനി തന്നെ പോയിട്ടുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 520D എന്താ പറയാ, സ്പോർട്ട് ലൈൻ മൈലേജ് കിട്ടും. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. എങ്ങനെയായാലും നന്നായിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 16 മൈലേജ് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, വേറെ ക്ലെയിം നല്ല ടയേഴ്സ് ആണ്. നല്ല കറക്റ്റ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ ഓക്കെ, എല്ലാ സർവീസും കറക്റ്റ് കമ്പനി തന്നെയാണ് പോയിട്ടുള്ളത്. ഒരു ഒറിജിനൽ കേരള 520D തപ്പുന്നവരുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബ്യൂട്ടി തന്നെയാണ്. എത്രയായിപ്പോ ഇത് നമ്മൾ പ്രൈസ് 33 ലക്ഷം രൂപയാണ്. 33 ലക്ഷം. ഏകദേശം ഒരു 18 മോഡൽ, 17 മോഡൽ, 18 രജിസ്ട്രേഷൻ വരുന്ന 17 പുതിയ ഷേപ്പ് ഇറങ്ങുന്നത്. ഏകദേശം ഒരു 30 ലക്ഷം രൂപയുടെ അടുപ്പിച്ചൊക്കെ ലോണും നമുക്ക് ചെയ്തു കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കാം. വണ്ടികളുടെ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ടാണ് ചെക്ക് ചെയ്യാം? പുള്ളി ഓൾറെഡി ചെക്ക് ചെയ്ത് നമുക്ക് കമ്പനിയിൽ കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള, ഇനിയിപ്പോ കസ്റ്റമർ പറയണ ഇനി വേറൊരാളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനൊന്നും തടസ്സമില്ല. ഒരു പ്രശ്നം നമ്മളിൽ ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ആർക്ക് വേണമെങ്കിലും എപ്പോൾ വിളിച്ച് ചോദിച്ചാലും വില ഒക്കെ കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർക്ക് ഹിസ്റ്ററി അയച്ചു കൊടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അടുത്തത് ലക്ഷറികളുടെ രാജാവ്, അങ്ങനെ വെച്ചാൽ സേഫ്റ്റിയിലാണ്. സേഫ്റ്റിയിൽ വോൾവോ കഴിഞ്ഞിട്ട് വേറെ വണ്ടി ഉള്ളതെന്ന് പറയാം. ഓക്കെ, KL17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വരുന്ന വോൾവോ XC90. അതായത് ബാംഗ്ലൂർ അന്നൊരു ദുരന്തം സംഭവിക്കുന്നതിന് മുന്നേ വരെ ലോകത്ത് ഒരു അന്നും അത്രയും വലിയ ആക്സിഡന്റ് ഒരു കണ്ടെയ്നർ, അത്രയും ടണ്ണ് വെയിറ്റുള്ള കണ്ടെയ്നർ നേരെ മറിഞ്ഞു പോണത് അല്ലേ? അപ്പോ എന്താ പറയാ, 7 സീറ്റർ വാഹനമാണ് XC90. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016-17 വേറൊരു പ്രത്യേകത ഉണ്ട് ഈ വണ്ടി. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷത്തിനിടയിൽ ഞങ്ങള് 2 പ്രാവശ്യം വിറ്റ വണ്ടിയാണ്. ശരി, അങ്ങനെ ഇപ്പൊ മാറിയിട്ടില്ല. ഇപ്പൊ സെക്കൻഡ് ഓണർ, ഇപ്പൊ ഓണർഷിപ്പ് സെക്കൻഡിലാണ് നിൽക്കുന്നത്. 2 പ്രാവശ്യം വിറ്റ വണ്ടിയാണ്. അപ്പൊ അത്രയും ആക്ച്വലി അത്രയും നമുക്ക് എന്താ പറയാ, കസ്റ്റമർ ബൈബാക്ക് ചെയ്തെന്നുള്ള ഒരു നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നത്. കാരണം പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, വണ്ടി മേടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല. നമ്മുടെ കസ്റ്റമറൊക്കെ എന്താണ് പറയാ, പുറകെ വരുന്ന അവര് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട. അപ്പൊ അതൊക്കെ നമ്മളുടെ ഒരു വലിയൊരു ഭാഗ്യമാണ്. നമ്മള് അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. സർവീസ് അങ്ങനെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ വിശ്വാസം നമ്മളിൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കറണ്ട് പോയല്ലേ? ഓക്കെ, അപ്പൊ ഇത് 2016-17 ആണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മൊമെന്റ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ, വണ്ടി കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അണ്ടർ വാറണ്ടിയിലായിരുന്നു. ഒരു 3-4 മാസം മുന്നേ വരെ വാറണ്ടിയിലായിരുന്നു. ഇപ്പൊ വാറണ്ടി കട്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാ സർവീസും കമ്പനി തന്നെയാണ് പോയിട്ടുള്ളത്. നല്ലൊരു കാർ തന്നെയാണ്. വേറെ മെക്കാനിക്കലി വേറെ ട്രബിൾ ഒന്നും ഇല്ലാത്ത. എത്രയാ ചോദ്യം? ഇത് നമ്മളിപ്പോ 30 ലക്ഷം രൂപക്കാണ് കൊടുക്കാൻ വെച്ചേക്കണത്. 30 ലക്ഷം വണ്ടി നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുള്ള് ലോൺ തന്നെ കയറി വണ്ടി. 30 lakhsന് ഒറിജിനൽ കേരള വോൾവോ XC90 നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ പറഞ്ഞു നമ്മള്? കിലോമീറ്റർ 1 ലക്ഷം 1 lakh ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇറങ്ങുന്ന സമയത്ത് എത്ര ഉണ്ട്? ഇത് എന്തായാലും 1 കോടി രൂപയുടെ മുകളിൽ വരുന്ന വണ്ടിയാണ്. അന്ന് മുകളിലുണ്ട് അല്ലേ? അന്ന് തന്നെ ഉണ്ട് അത്രയും വില. അപ്പൊ താല്പര്യം എന്തായാലും നോക്കിയാൽ ഫുൾ ലോൺ കൊണ്ടുപോകാൻ പറ്റും. 30 ലക്ഷമാണ് ചോദിക്കുന്നത്. ഒരു ജർമ്മൻ കാറിന്റെ പെർഫോമൻസ്, സേഫ്റ്റി, സ്റ്റെബിലിറ്റി സാധാരണക്കാരിലേക്ക് എത്തിച്ച ഒരു മുതലാണ് അടുത്തത്. ഫോക്സ് വാഗൺ പോളോ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്നൊരു
പോളോ ആണ് അല്ലേ? ജനകീയമായത് അതുകൊണ്ട് തന്നെ. അതെ അതെ അതെ. ഫോക്സ് വാഗൺ പോളോ സാധാരണക്കാർക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടൊരു വണ്ടി വേറെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നത് സാധാരണക്കാരെന്നല്ല എല്ലാവരും എടുക്കും. എല്ലാവർക്കും ഇഷ്ടമാണ്. പെർഫോമൻസ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായും അതിന്റെ ആ ബിൽഡ് ക്വാളിറ്റി ഒക്കെ കയ്യിൽ പോകില്ല അല്ലേ വണ്ടി? വണ്ടി എത്ര സ്പീഡിൽ പോയാലും അനങ്ങൂല. അതാണ്. ഇത് 1 ലിറ്റർ ടർബോ ആണ്, TSI വരുന്നത് 2020 പിന്നെ 6 സ്പീഡാണ് വരെ ഗിയർ ബോക്സ്. അതെ, മാനുവലില്. പിന്നെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏതാ ഓപ്ഷൻ? ഹൈലൈൻ പ്ലസ്? അതിന് ഹൈലൈൻ ഏറ്റവും കൂടിയ വണ്ടിയാണ്. ഹൈലൈൻ പ്ലസ് TSI എന്ന് പറയുന്നത് അന്ന് ഇറങ്ങുന്ന ഏറ്റവും കൂടിയ വണ്ടിയാണ്. ഏറ്റവും കൂടിയ വണ്ടിയാണ്. ഓപ്ഷനായിരുന്നു ഹൈലൈൻ പ്ലസ് തന്നെ. അപ്പോൾ കിലോമീറ്റർ 50,000 കിലോമീറ്റർ. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. വേറെ ഒരു പരിക്കുമില്ലല്ലോ? പരിക്കുകളൊന്നുമില്ല. ചെറിയ പമ്പർമേൽ എന്തോ സ്ക്രാച്ച് ഒക്കെ ഒന്ന് പെയിന്റ് അടിക്കാൻ നല്ലത്, വേറെ മേജർ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. 1 ലിറ്റർ മാനുവൽ TSI, അതായത് മൈലേജ് ഒരു 10-15 വരെ അതിന്റെ ഇടയിൽ കിട്ടും. ഓക്കെ. പെർഫോമൻസ് തന്നെയാണ് 1 ലിറ്റർ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇന്നിപ്പോ ഒരെണ്ണേ കാണിക്കണല്ലോ. നമ്മുടെ കയ്യിൽ 3 വണ്ടിയുണ്ട്. ഇതടക്കം 3 വണ്ടിയുണ്ട്. അത് 22 ഉണ്ട്. 20 തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. എന്തായാലും ഇഷ്ടം ആളുകൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കാണിക്കുന്നത്. തീർച്ചയായും പോളോ ആരാധകരുണ്ട്. നമ്മൾ പ്രാവശ്യം കാണിച്ചിട്ട് ബ്ലൂ വണ്ടി കാണിച്ചിട്ട് നല്ല എൻക്വയറികൾ വന്നിട്ടുണ്ടായിരുന്നു. അതെ പറയാം. ഇത് നമ്മൾ 8 ലക്ഷം രൂപക്ക് കൊടുക്കാനാണ് വെച്ചേക്കുന്നത്. 8 ലക്ഷം. പോളോന്റെ മാർക്കറ്റ് എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അതിനെപ്പറ്റി അറിയണവരെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടും. പോളോ എന്നൊക്കെ പറയുന്നത് മാർക്കറ്റ് ഇത് അന്ന് ഇറങ്ങുമ്പോ അത്രേ ഉണ്ടാവും അല്ലേ? അന്ന് എനിക്ക് തോന്നുന്നു 10-11 റുപ്യ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ ചോദിക്കുന്ന 8 ലക്ഷമാണ്. ഓക്കെ. എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാവോ? ചെറിയ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ നല്ലൊരു പോളോ തപ്പുന്നുണ്ടെങ്കിൽ വന്നെടുത്തോ. അടുത്തത് കിയ കാർണിവൽ KL 41 ആലുവ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഏതാ മോഡല്? 2022 ലിമോസിൻ പ്ലസ് അന്ന് ഇറങ്ങുന്ന ഏറ്റവും കൂടിയ വണ്ടി. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ വണ്ടിയായിരുന്നു തന്നെ പറയാം. മുൻ മുഖ്യമന്ത്രി കുറച്ചു കാലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടിയാണ്. ബ്ലാക്ക്. അതെ, ഇതിന്റെ ബ്ലാക്ക്. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ക്ലീൻ ആണെന്ന് പറയാം. ഒരു ക്യാപ്റ്റൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഷിപ്പില് മറൈൻ ഷിപ്പാണ്. അതെ. പിന്നെ വണ്ടി വേറെ മേജർ ആക്സിഡൻസ് ഒന്നുമില്ല. ആക്സിഡൻസ് ഇല്ലാത്ത വണ്ടി തന്നെയാണ്. എല്ലാ സർവീസും കമ്പനി. ഇപ്പൊ കമന്റ് വരും, ഡോക്ടർക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം ഷിപ്പിലൊക്കെ. അല്ലെ, നമ്മള് ഓരോ ആളുകളെ നമ്മൾ പെട്ടെന്ന്, ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഈ വണ്ടിയുടെ ഓണർ പെട്ടെന്ന് എന്റെ മനസ്സിലിരിക്കും, നല്ലൊരു ജെന്റിൽമാൻ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാ. ഞാൻ തന്നെ പോയി എടുത്തത്. അപ്പൊ പെട്ടെന്ന് ഓരോരുത്തർ ഓർമ്മ വരുമ്പോ പറയണല്ലേ. അപ്പൊ അങ്ങനെ ഒരാളുടെ വണ്ടിയാണ്. ആരുടെ വണ്ടിയായാലും കുഴപ്പമില്ല. വണ്ടി ഇപ്പൊ ഒരു ജോലി ഇല്ലാത്ത ആള് നന്നായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന ആള് അയാളുടെ വണ്ടിയാണ് ഏറ്റവും നല്ലത്. അത്രേ ഉള്ളൂ. അപ്പൊ 40,000 എല്ലാ സർവീസും കമ്പനി പോയി. പിന്നെ ഇപ്പൊ വാറണ്ടി ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാസമായിട്ടുള്ള, ഒരു മാസം മുന്നേ കഴിഞ്ഞു വാറണ്ടി കഴിഞ്ഞ്. പക്ഷെ അതുകൊണ്ട് തന്നെ എല്ലാ സർവീസും പിന്നെ കമ്പനിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഒരാൾക്ക് പറയാൻ പറ്റുന്ന വണ്ടിയാണ് ഇത്. 32 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് വണ്ടി. 32 ലക്ഷത്തിന് ലിമോസിൻ പ്ലസ് 2022 കാർണിവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ലോൺ എത്ര? ലോൺ എന്തായാലും ഒരു 30 ലക്ഷം രൂപ അടുപ്പിച്ചൊക്കെ എന്തായാലും കിട്ടും. ചെറിയ എമൗണ്ട്. ചെറുത് പക്ഷേ ഇതെടുക്കുന്നവർക്ക് ചെറിയ എമൗണ്ട് 2 ലക്ഷം ഉണ്ടാകും. അടുത്തത് ഓഡി A4 KL 26 രജിസ്ട്രേഷൻ. ഇത് ഏതാ കളർ? ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കളർ അല്ലേ? ഓക്കെ. 2013 വണ്ടി. 13 കേരള ലക്ഷം കിലോമീറ്റർ ഓടി. ഒറിജിനൽ കേരള വണ്ടി. നല്ല അടിപൊളി മെക്കാനിക്കലി നല്ല ഫിറ്റ് ആയിട്ടുള്ള വണ്ടിയുണ്ടാ. ഒരു കംപ്ലൈന്റും ഇല്ലാത്ത. 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയിട്ടുണ്ട്. 13 മോഡൽ 1 lakh ഓടി. ഒറിജിനൽ കേരള. സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ അല്ലേ? ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഇത് ശരിക്ക് ഇതിന് എത്ര മൈലേജ് കിട്ടും? ഇതിന് ശരിക്കും നന്നായിട്ടൊക്കെ ഓടിക്കണമെങ്കിൽ ഒരു 15 വരെ സുഖമായിട്ട് കിട്ടും. വളരെ സുഖമായിട്ട് കിട്ടും. അങ്ങനെ ലോങ് ഡ്രൈവ് ഒക്കെ പോണെങ്കിൽ 18 വരെയും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയാനായിട്ടുണ്ട്. ലോങ് ഡ്രൈവിൽ, അതായത് ഇപ്പൊ നല്ല ഹൈവേയിൽ കൂടിയൊക്കെ പോകണമെങ്കിൽ പുതിയ ഹൈവേ ഒക്കെ കിട്ടിയാൽ കിട്ടും. ഒരു 60 തൊട്ട് 80 വരെയൊക്കെ സ്പീഡിലാണെങ്കിൽ അത്യാവശ്യം മൈലേജ് കിട്ടും. ഓക്കെ. നല്ല വണ്ടിയാണ്. വേറെ കുഴപ്പങ്ങളോ കാര്യം, നല്ല ടയേഴ്സ് ആണ്. ഇൻഷുറൻസ് അന്നത്തെ A4 പ്രീമിയം പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൺറൂഫ് വരുന്ന എല്ലാം വരുന്ന ഒരു വാഹനമാണ്. ഇത് നമുക്ക് വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ഇതിൽ ഒറിജിനൽ കേരള വണ്ടി കൊടുക്കാൻ പറ്റാത്തൊരു വിലയാണ്. 9 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ വണ്ടി മോശമായിട്ടുള്ള വണ്ടികൾ ഉണ്ടാവും, പക്ഷെ ഈ വണ്ടി ക്വാളിറ്റിയുള്ള ക്വാളിറ്റിയിൽ 9 ലക്ഷത്തിന് നല്ലൊരു വണ്ടിയായിരിക്കും അല്ലേ? അതാണ് നമ്മുടെ ഡീല്. ഓക്കെ. അത്രേ ഉള്ളൂ. വേറെ തകരാറുള്ള വണ്ടി എന്തായാലും വണ്ടി ചിലപ്പോ വില കുറച്ചൊക്കെ കിട്ടും. ഇതിന് മോഡലും ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനിയിപ്പോ ടെസ്റ്റിനാണെങ്കിലും ഒരു 3 വർഷത്തെ സമയമുണ്ട്. സുഖമായിട്ട് ലോണും കിട്ടും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് സുഖമായിട്ട് ലോൺ 7 ലക്ഷം കിട്ടും. സുഖമായിട്ട് കിട്ടും. എന്തായാലും കിട്ടും.
അപ്പൊ ചെറിയ എമൗണ്ട് കണ്ടാലും ഇറക്കാൻ പറ്റിയ ഡെയിലി യൂസിന് പറ്റിയ ഒരു പ്രീമിയം അല്ലേ. ഫോക്സ് വാഗൺ ടൈഗൺ 2 കളറിൽ, നീലയുണ്ട് പിന്നെ ടൈഗണിന്റെ സ്വന്തം കളറുണ്ട് അല്ലേ. ഓക്കെ, KL54 രജിസ്ട്രേഷൻ ഇത്. ഏതാ മോഡല്? ഇത് 2023-24 വണ്ടി. ഇന്നലെ വന്ന വണ്ടിയാണ്. നമ്മളുടെ ഒരു XUV 700 ഉണ്ടായി, അതായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വന്ന വണ്ടിയാണ്. 23-24 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 1 ലിറ്റർ TSI ഓട്ടോമാറ്റിക് ആണ്. ടോപ്പ് ലൈൻ 1 ലിറ്ററിൽ ടോപ്പ് ലൈനിൽ ഓട്ടോമാറ്റിക്. ടോപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടിയ വണ്ടി. മറ്റേത് GT വരുന്നത് പിന്നെ മാറി. GT ഒരു ബാഡ്ജിങ് ഒക്കെ ഉണ്ട്, തെറ്റിദ്ധരിക്കേണ്ട. GT അല്ല, ടോപ്പ് ലൈൻ ആണ്. അതെല്ലാം എല്ലാവരും ഒട്ടിച്ചു. ഇതോ പോളോ ഒക്കെ വാങ്ങിയാൽ എന്തായാലും ഒട്ടിച്ചു വെക്കും. പിന്നെ ഇതിൽ വരുന്ന 2 ഫീച്ചർ GT ഇല്ലാന്ന് തോന്നുന്നു. വയർലെസ് ചാർജർ ഉണ്ട് തോന്നുന്നു GT. പക്ഷെ സീറ്റ് വെന്റിലേഷൻ വരുന്നില്ല. GT വരുന്നില്ല, ഇതിലേ വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ 1 ലിറ്ററിൽ. വാറണ്ടി ഇപ്പോൾ 27 വരെ ഉണ്ടാവും. 24 എന്ന് പറയുമ്പോൾ 27 വരെ ഉണ്ട്. 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ് 1 ലിറ്റർ ടൈഗൺ നോക്കുന്നുണ്ടെങ്കിൽ. ഇത് എക്സ്ചേഞ്ചിൽ വന്നതിന്റെ പേരിൽ പ്രൈസ് കുറവാണെന്നാണ് ഞാൻ കരുതുന്നത്. 13 ലക്ഷം രൂപയാണ് നമ്മൾ ഇട്ടേക്കണത് വണ്ടിക്ക് വില. 13 ലക്ഷം. ഓക്കെ, ഏകദേശം 20 ലക്ഷം രൂപയുടെ മുകളിൽ വരുന്ന വണ്ടിയാണ് ഏകദേശം ടോപ്പ് ലൈൻ ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ GT ആണെങ്കിൽ 23.5 വരും. 3.5 ആ റേഞ്ച് വരും 1.5-ൽ. അപ്പോൾ താല്പര്യമുള്ള എന്തായാലും നോക്കിക്കോ. ഫുൾ ലോണും കിട്ടും. ലോണ് ഫുൾ അല്ലെങ്കിലും 10, 11, 12 ഒക്കെ റേഞ്ചിൽ എന്തായാലും കിട്ടും അല്ലേ? ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി. അടുത്ത ടൈഗൺ KL7 എറണാകുളം വണ്ടിയാണ്. ശരിക്കും പോളോനെ നിർത്തിയിട്ട് ഇങ്ങനെ ഇറക്കണ്ടില്ല, പോളോയും കൂടി വന്നിട്ടുള്ള ഇത് 2021 ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഹൈലൈനാണ്, മാനുവലാണ് വണ്ടി. വെറും 35,000 കിലോമീറ്റർ. 5 വർഷം കൊണ്ടാണ് 35,000 മാത്രം സർവീസ് ഉള്ള വണ്ടിയാണ്. കളറ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ടൈഗുണ്ട ഒരു സ്പെഷ്യൽ അവരുടെ ഒരു ട്രേഡ് മാർക്കാണ് ഇതിന്റെ ആ കളർ. ഇതാണ് എല്ലാത്തിനും വന്നത്, പരസ്യത്തിലെല്ലാം സ്റ്റാർട്ടിങ്ങിൽ വന്നത് ഈ കളറാണ് ടൈഗുണ്ട. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ സൺറൂഫ് ഒന്നും ഉണ്ടാവില്ല. സൺറൂഫ് ഉണ്ടാവില്ല. പിന്നെ പക്ഷെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. മാറിയിട്ടുണ്ടാവില്ല അല്ലെ? ആ 1 കിലോമീറ്റർ. അപ്പോ ഒരു ക്ലെയിമും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 21 മോഡൽ ലോ കിലോമീറ്റർ ടൈഗൺ 1 ലിറ്റർ. ക്ലെയിം ഉണ്ട് കേട്ടോ. സോറി, ക്ലെയിം എനിക്ക് തോന്നുന്നത് ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. പക്ഷേ അതായിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്നും മാറിയിട്ടില്ല. ഈ ഗ്ലാസ് മാത്രം കമ്പനിയിൽ തന്നെയാണ് മാറിയത്. അതിന്റെ ഹിസ്റ്ററിയിൽ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഗ്ലാസ് മാത്രം. എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ക്രാക്ക് വന്നിട്ട് മാറിയതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഫോട്ടോ ഉണ്ട്. അതായത് സിനിമാ നടൻ നമ്മുടെ കൃഷ്ണയുടെ വണ്ടിയാണ്, ഫിലിം സ്റ്റാർ കൃഷ്ണയുടെ വണ്ടിയാണ്. അപ്പൊ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ എനിക്കൊരു സംശയം തോന്നിയത് ഫ്രണ്ട് ഗ്ലാസ് മാത്രം അതായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ പെയിന്റിംഗ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമുക്ക് 8,50,000 രൂപയാണ് ചോദിക്കുന്നത്. 8,00,000 2021 മോഡൽ ടൈഗൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും ഏകദേശം ഫുള്ള് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് ഹ്യുണ്ടായ് വെന്യൂ KL70 രജിസ്ട്രേഷൻ. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പ്രീമിയം വണ്ടികളും ഇങ്ങനത്തെ സെമി കാറ്റഗറിയാണ് ഇവിടെ ഉണ്ടാവുക അല്ലേ? അതിലിപ്പോ ഏറ്റവും കുറവുള്ളത് പോളോ ആണല്ലേ? അപ്പൊ വെന്യൂ ഇതെങ്ങനെ ഡീറ്റെയിൽ? വെന്യൂ 2023 പുതിയ ഷേപ്പ് ഇറങ്ങിയ പുതിയ ഷേപ്പ് വണ്ടിയാണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള SXO ഏറ്റവും കൂടിയ വണ്ടിയാണ്. സൺറൂഫ് വരുന്ന സീറ്റ് മറ്റേ ഇതുണ്ട്, വയർലെസ് ചാർജർ വരുന്ന. സീറ്റ് വെന്റിലേഷൻ ഇല്ലാന്നാണ്. വയർലെസ് ചാർജർ ഉണ്ട്, ഇതിന് സീറ്റ് വെന്റിലേഷൻ വരുന്നില്ല. അല്ല, ഇതിന്റെ തന്നെ കിയയുടെ സോണറ്റ് ഇല്ലേ, അതിന് ഫുൾ ഓപ്ഷനിലെ സീറ്റ് വെന്റിലേഷൻ എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇതിന് കൊടുക്കുന്നില്ല, എന്താ അറിയില്ല. രണ്ടും ഒരേ സാധനം തന്നെ. രണ്ടും. പിന്നെ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. അന്ന് തന്നെ 25,000 കിലോമീറ്ററാണ് ഓടിയേക്കണത്. പിന്നെ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ തന്നെ ചെയ്തേക്കണാണ്. പിന്നെ നമ്മളിത് ചോദിക്കുന്നത് 9.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 9,50,000 രൂപയ്ക്ക് ഫുൾ ഓപ്ഷൻ വെന്യൂ. സോറി, 9,50,000 9,90,000 രൂപ. സോറി, 9,90,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. 990 ചോദ്യമാണ്. എന്തായാലും വില എന്തായാലും നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? പുതിയ ഷേപ്പ് വണ്ടിയാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഈസി ആയിട്ട് പോണ വണ്ടിയാണ്. പെട്രോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. പെട്രോൾ ഓട്ടോമാറ്റിക് നമ്മൾ പറഞ്ഞില്ലല്ലോ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. SXO ഏറ്റവും കൂടിയ വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക്കിലാണ് ഈ ഒരു 990 ചോദിക്കും. ലോണും മാക്സിമം ലോണും കയറും. കിയ സോണറ്റ് ആണ് അടുത്തത്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ GT ലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ, GT ലൈൻ 2023 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
പിന്നെ വണ്ടി കറക്റ്റ് സർവീസ് ഒക്കെ പോയിട്ടുള്ള വണ്ടിയാണ്, വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടി ഈ വർഷം തീരും. അതെ, വാറണ്ടി ഈ വർഷം തീരും. സിംഗിൾ ഓണർ വണ്ടി. അപ്പോൾ നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. ചെറിയ കോമ്പാക്ട് സീറ്റ് വെന്റിലേഷൻ വരുന്നില്ല, പക്ഷേ ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ. വയർലെസ് ചാർജർ എല്ലാം വരും, എല്ലാ ഫീച്ചേഴ്സും വരുന്ന അടിപൊളി വാഹനമാണ്. ആ ഡീസലിനെ സംബന്ധിച്ച് ലോ കിലോമീറ്റർ അല്ലേ 23. അപ്പൊ നമ്മൾ ചോദിക്കുന്ന വില 12,25,000 ഇതും ഇന്നലെ എത്തിയിട്ടുള്ള വണ്ടിയാണ്. ബമ്പറുമ്പോ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. ക്ലീൻ ചെയ്ത് കൊടുക്കാം, എല്ലാം ക്ലീൻ ആയിട്ട് കൊടുക്കും. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ കാണിക്കുക, പ്രേക്ഷകരെ കാണിക്കാന്നുള്ള ഉദ്ദേശത്തിൽ 12,25,000 കൊടുക്കാൻ പറ്റും. 12-25 മാക്സിമം ലോൺ കയറും. അതെ, ലോൺ കയറും. ടാറ്റ ഹാരിയർ ആണ് അടുത്തത്. KL2 കൊല്ലം വണ്ടിയാണ്. ഡാർക്ക് എഡിഷൻ 2022 ആണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ XTA പ്ലസ് ഏറ്റവും കൂടിയ വണ്ടി XZA പ്ലസ് ആണ്. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് മിഡിലല്ല, ഇതിന്റെ താഴെ 2-3 വണ്ടികളുണ്ട്, വേരിയന്റുകൾ വരുന്നുണ്ട്. പിന്നെ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൽ സൺറൂഫ് വരുന്നുണ്ട്, സൺറൂഫ് തന്നെയാണ് വരുന്നത്. ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല. ലെതർ സീറ്റ് അല്ല വരുന്നത് മാത്രം. അതെ, അത്രേ ഉള്ളൂ. ടയേഴ്സ് ഒക്കെ നല്ല ടയേഴ്സ് ആണ്, പുതിയ ടയേഴ്സ്. അതെ 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 അതെ. എന്നാലും പുതിയ ടയേഴ്സ് ഒന്നും ചെയ്യാനില്ല. ഇത് സെക്കൻഡ് ഷേപ്പിനും ഇതാ ഇപ്പൊ ലേറ്റസ്റ്റ് വേറെ ഷേപ്പ് ഇറങ്ങിയില്ല. ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഗ്രില്ല് എന്നോ അതില്ല, ഇത് രണ്ടാമത് ഇറങ്ങിയ ഷേപ്പ്. ആദ്യത്തെ വേറെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇത് നമ്മൾ 15,25,000 ചോദിക്കുന്നത്. 15-25 ഓക്കെ. ഏതോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 15. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വണ്ടിയാണ് ഡാർക്ക് എഡിഷൻ വണ്ടി. ഹെക്സ ഇപ്പോഴും ചോദ്യമാണ് നമ്മുടെ ഹെക്സക്ക്. ടാറ്റയുടെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യമുള്ള ഒരു വണ്ടിയാണ് ഹെക്സ. ഓക്കെ, അത്ഭുതമാണ്. അല്ല, പലരും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട്. നമ്മള് 2-3 വണ്ടി വിറ്റിട്ടുണ്ട്. 3 വണ്ടികളും വിറ്റ്. അപ്പൊ താല്പര്യം വിളിച്ച ഒരു 14 ലക്ഷം ലോൺ കയറും. ലോൺ മാക്സിമം കയറുന്ന വണ്ടിയാണ്. ഹാരിയറിന്റെ ലുക്കും വേണം, ഒരു 7 സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ സഫാരി ഉണ്ട്. KL 39 രജിസ്ട്രേഷൻ. ഇതിനൊരു വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് കേൾക്കുമ്പോൾ ചെറുതായിട്ട് ഇഷ്ടപ്പെടും. 2021 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള XC ആണ്, ബേസ് മോഡലാണ്. പക്ഷേ എക്സ്ട്രാ അലോയ് വീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ടയേഴ്സ് ആണ്. നല്ല ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 11 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോൺ കിട്ടി വേണ്ടി. 11 ലക്ഷത്തിന് ഒരു 7 സീറ്റർ 2020 പുതിയ ഷേപ്പിൽ 2021. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഈ ഷേപ്പിൽ ഫുൾ ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ് ശരിക്കും. ഫുൾ ലോൺ കിട്ടുന്ന ഒരു 7 സീറ്റർ ഡീസൽ. ഓക്കെ, ഡീസൽ മാനുള്ള ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടിയാണ്. എത്രയും വേഗം കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വേഗം കിട്ടുന്നതാണ്. 7 സീറ്റർ വേണ്ടവർക്ക് ഇതൊരു ഭാഗ്യം തന്നെയാണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ഒരു 13-15 14 വരെയൊക്കെ സുഖമായിട്ട് കിട്ടും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം എന്താ? ഹ്യുണ്ടായി വെന്യൂ KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി. SX പ്ലസ് ഓട്ടോമാറ്റിക് വരുന്ന, സൺറൂഫ് വരുന്ന, 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള, 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. 2020 മോഡൽ, 38,000 ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? അതെ. ഓക്കെ. അപ്പോ ഇതും ഈ പറഞ്ഞ പോലെ 2 ദിവസത്തിനിടയിൽ വന്നിട്ടുള്ള ബമ്പർമ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ വലിയ ഓട്ടം പോയിട്ടില്ല. ഇല്ല. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുകയാണ്. ലോണും അത്യാവശ്യം കയറുന്ന വണ്ടിയാണ്. എന്തായാലും നമ്മൾ ചോദിക്കുന്നത് 8,40,000 രൂപയ്ക്ക് കൊടുക്കും. 8.5 ചോദിക്കുന്നത്, 8,40,000 കൊടുക്കുന്നുണ്ട്. 8,40,000 ഫൈനൽ കൊടുക്കാം. പിന്നെ മാക്സിമം ലോൺ കയറും. ഒരു ചെറിയ ഒരു കോമ്പാക്ട് SUV ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഹൈറ്റ് ഉള്ള ഒരു വണ്ടിയാണല്ലോ. അപ്പൊ നല്ല സുഖത്തിൽ കയറി ഇറങ്ങിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫുൾ ഓപ്ഷൻ, അത്ര ഫീച്ചേഴ്സും വരും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ ഒരു റോക്സ് കാണുന്നുണ്ടല്ലോ, ഇല്ല, അത് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി കൊടുക്കുന്നില്ല. ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ ഫൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഈ X1 ഇല്ല, X1 അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ ഇങ്ങനത്തെ സെഗ്മെന്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. റീവണ്ടിയാണ്, റീവണ്ടി എടുത്തു കൊടുക്കാൻ. റീവണ്ടി കസ്റ്റമറുടെ ആവശ്യപ്രകാരമൊക്കെ നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട് അല്ലേ? അതും വേണം ചെയ്തു തരും. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. എങ്ങനെയുണ്ട് വില, ഈ ഷോറൂമിനെ പറ്റിയുള്ള അഭിപ്രായം, ഇവിടുന്ന് വണ്ടി എടുത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷോറൂമിനെ പറ്റിയുള്ള അവരുടെ റിവ്യൂ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. അതെ, എന്തെങ്കിലും നമ്മൾ തെറ്റ് തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതും സന്തോഷം. നമ്മൾ തിരുത്തി നല്ല രീതിയിലൊക്കെ പോകാനായിട്ട് ശ്രമിക്കും. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക, നമ്മുടെ കൂടെ എന്നോട് ക്ഷമിക്കുക. അതെ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.